പോരാ. ഇനി അവരുടെ പണ്ഡിതന്മാർക്ക് കിതാബ് പഠിപ്പിക്കുമ്പോ ബുഖാരി അത് ഹദീസിന്റെ ഗ്രന്ഥത്തിലെ ഹദീസുകൾ പഠിപ്പിക്കുമ്പോൾ സംശയം വന്നാൽ അവരുടെ ഉസ്താദുമാരോട് ചോദിക്കുന്നവരുണ്ടാകാം. പക്ഷേ ചില ഉസ്താദുമാര് ചോദിക്കല് ബുഖാരി പഠിപ്പിക്കുമ്പോൾ ബുഖാരിയിൽ സംശയം വന്നാൽ ബുഖാരിയോട് തന്നെ നേരിട്ട് ചർച്ച ചെയ്യലാണ്. ആര്? ശംസുൽ ഉലമ. ഈ അടുത്ത കാലത്ത് ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞ കേരളക്കാരനല്ലേ അദ്ദേഹം ബുഖാരി എടുക്കുമ്പോൾ ദർസ് പഠിപ്പിക്കുമ്പോൾ സംശയം വന്നാൽ ബുഖാരിയോട് നേരിട്ട് ചർച്ച ചെയ്തിട്ടാ കുട്ടികളെ പഠിപ്പിക്കല്. ഞാൻ പറയല്ല, കേട്ടോളൂ. ഇന്ന് എന്നോട് ചില സമയത്തൊക്കെ പറഞ്ഞു, ഇന്ന് ബുഖാരി ഓതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഹദീസ് ഇങ്ങനെ അതിനെപ്പറ്റി ചില സംശയങ്ങൾ വന്നപ്പോൾ ഞാൻ അതിനെപ്പറ്റി മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങളോട് ഞാൻ അതിനെപ്പറ്റി ചർച്ച ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഞാൻ ഒരവസരത്തിൽ തന്തിദാറുസ്സലാം അറബി കോളേജിൽ നിന്ന് ശിവരാൻ റൂമിലേക്ക് കയറി വന്നപ്പോൾ മൂപ്പരിങ്ങനെ തല കീപ്പിട്ട് കത്തിയിരിക്കലുണ്ട്. അപ്പോൾ കുറേ സമയത്തിലൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ വന്നത് മൂപ്പർ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഞാൻ അവിടുന്ന് ചെറിയ നിലക്കൊന്ന് ശബ്ദിച്ചു. അപ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് അപ്പനോട് പറഞ്ഞു, ഞാൻ ഒരു ആലോചനയിൽ ഇന്ന് ഓതി കൊടുക്കാനുള്ള സ്ഥലത്ത് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ ആ സംശയം മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നു. അപ്പം അന്ന് എനിക്ക് എത്രമാത്രമായിട്ട് ഗൗരവം മനസ്സിലായി. നിങ്ങൾ അനുഭവം പറയാണ്. ഇ.കെ. ഉസ്താദിന്റെ അടുത്ത് ചെന്നപ്പോ അവരെന്തോ ഒരു വലിയ വിഷയത്തിലാണ്. ഞാൻ ചെന്നത് അറിഞ്ഞില്ല. അങ്ങനെ പിന്നീട് എന്നോട് പറഞ്ഞു, ഇന്ന് ഓതിക്കൊടുക്കാനുള്ള ഹദീസുമായി ബന്ധപ്പെട്ട് ഞാൻ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനോട് നേരിട്ട് ചർച്ച ചെയ്യുകയായിരുന്നു. അതാണ് ശംസുൽ ഉലമ. ഖബറാകത്തിന്ന് സലാമീനെ കേട്ടോവർ ഖബറാകത്തുള്ളവരോട് മോളിന്തോവാർ. മഹാനായ ഇടിയങ്ങര ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിൽ ശംസുൽ ഉലമ റളിയല്ലാഹു അൻഹു എത്തിയാൽ അവരോട് തന്നെ നേരിട്ട് സംസാരിക്കലാണ് പതിവ് എന്ന് കണ്ട ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഏർവാടിയിൽ പോയ സംഭവം സമസ്ത ഇറക്കിയ സോവനീറിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏർവാടിയിലേക്ക് ചെന്നപ്പോൾ മഖാമിന്റെ ഉള്ളിൽ നിന്ന് സലാം പറയുന്നു. ഇ.കെ. ഉസ്താദ് വഅലൈക്കുമുസ്സലാം എന്ന് പറയുന്നു. കൂടെ ഉള്ളവർ സലാം അടക്കണില്ല. ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ എന്താ സലാം അടക്കാത്തത്? ഞങ്ങളൊന്നും കേട്ടിട്ടില്ലല്ലോ. അപ്പൊ മഹാനരായ ശംസുൽ ഉലമ ആരാണിവിടെ? മശായിഖന്മാരുടെ നിർദ്ദേശത്തിൽ ജീവിച്ചു. ആ ജീവിതം അവർ സ്വീകരിച്ചപ്പോൾ വിലായത്തിന്റെ ഉന്നത മഹത്വങ്ങളിലേക്ക് അവരെ കൈപിടിച്ചുയർത്തുകയായിരുന്നു മശായിഖന്മാർ. കേട്ടില്ലേ? ആദ്യം സംസാരിച്ച സമസ്തയുടെ സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാ. അദ്ദേഹം ഈ പറയണത് എന്താ പറഞ്ഞത്? ബുഖാരി ദർസ് എടുക്കുമ്പോൾ സംശയം വന്നാൽ മൂപ്പരിങ്ങനെ ചെന്നപ്പോൾ തലയും താത്തിയിരിക്കുകയാണ്. ശംസുൽ ഉലമ തലയും താത്തിയിരിക്കുക. അപ്പം എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനിങ്ങനെ ബുഖാരിയിൽ ഇന്നത്തെ ക്ലാസ് എടുക്കേണ്ട വിഷയം ചില ഡൗട്ടുള്ളതുകൊണ്ട് സംശയമുള്ളതുകൊണ്ട് ബുഖാരിയായിട്ട് ചർച്ച ചെയ്യായിരുന്നു എന്ന്. അപ്പം എനിക്ക് മനസ്സിലായില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായത് നേരിട്ടുള്ള ചർച്ചയാണ് എന്ന്. അത് ആളുകൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ത് എന്ന് നേരിട്ട് ചർച്ച ചെയ്യായിരുന്നു എന്ന് അടുത്ത ഖണ്ഡന മണ്ഡനത്തിനും വാദപ്രതിവാദത്തിനും പോകുന്ന അഹ്സനി പറയാണ്. നേരിട്ടുള്ള ചർച്ചയായിരുന്നു ബുഖാരിയോട്, അല്ലേ? അപ്പൊ എന്താണ് ഇവിടെ വിശ്വാസം? അപ്പൊ മരിച്ചു എന്നാണ് എന്താണ്? ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആളുകൾ ശംസുൽ ഉലമ ഖബറിന്റെ മുന്നിലേക്ക് ഏർവാടി ഉദാഹരണം പറഞ്ഞു ചെല്ലുമ്പോ അവിടുന്ന് നേരെ നമ്മളോട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖബറിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ സലാം പറയണം. ഖബറാളികൾക്ക് തർക്കമേ ഇല്ല. നമ്മളോട് ഖബർ സന്ദർശിക്കാൻ പറഞ്ഞു, ഖബറാളികൾക്ക് സലാം പറയാൻ പറഞ്ഞു, ഇല്ലേ? എന്നാൽ ശംസുൽ ഉലമ ഖബറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി എന്നാ പറയുക. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്താ നിങ്ങൾ സലാം അടക്കണത്? അത് ഖബറാളികളൊക്കെ എന്നോട് ഇങ്ങോട്ട് സലാം പറയാണ്. എന്താ നിങ്ങളെന്താ മടക്കാത്ത? ഞങ്ങളാരും കേട്ടിട്ടില്ല. മൂപ്പര് മാത്രം അങ്ങനെ കേൾക്കുകയാണ്. ഓലി സലാം പറയണത് കൂടുതൽ ഓലി കേൾക്കണില്ല. ഇനി ബാക്കിണ്ട് ഇടാൻ സമയമില്ലാത്തതുകൊണ്ടാട്ടോ. വേറെ ക്ലിപ്പുള്ള നമുക്ക് വൈകും എന്നതുകൊണ്ടാണ്. അതിന്റെ ബാക്കി പറയണത് എന്താ അറിയോ? നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ശംസുൽ ഉലമ അങ്ങനെ ചെറിയൊരു ചാറ്റൽ മഴ കൊണ്ടിട്ടാ ചെന്നത് ഖബറിന്റെ മുന്നിലേക്ക്. അപ്പൊ കൂടുതൽ മിണ്ടണില്ല. ശംസുൽ ഉലമ മുന്നിലല്ലേ? വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി. ശംസുൽ ഉലമ പറഞ്ഞു, കുഴപ്പമില്ല, ചെറിയ ചാറ്റൽ മഴയുള്ളൂ, വല്ലാതെ നനഞ്ഞിട്ടില്ല. അപ്പോ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നറിയോ? ഖബറിൽ നിന്ന് ഇങ്ങോട്ട് ചോദിക്കാൻ എത്ര ശംസുൽ ഉലമയോട് സലാം പറഞ്ഞിട്ട് നിങ്ങൾ നനഞ്ഞില്ലേ, നല്ല മഴയാണില്ലേ? അപ്പൊ ശംസുൽ ഉലമ മറുപടി പറയാണ്, കുഴപ്പമില്ല, ചാറ്റൽ മഴയുള്ളൂ, നന്നായി നനഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ എന്താ ഈ ഖബറിന്റെ ഉള്ളിലും പുറത്തൊക്കെ കിടക്കുന്നതിൽ മാറ്റമുള്ള എന്താ? നിങ്ങൾ മരിച്ചു എന്ന് പറയുന്നത് എന്താണ്?
നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. നനഞ്ഞു എന്ന് ചോദിക്കുന്നത്, മട ഉണ്ടോ എന്ന് ചോദിക്കണേ, എന്തേ ഇങ്ങനെ നനഞ്ഞിട്ട് വന്നത് എന്ന് ചോദിക്കണേ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണേ. എന്താണ് പ്രിയപ്പെട്ടവർ, ഇത് എവിടെയാണ് നിങ്ങൾ മുസ്ലിം ഉമ്മത്തിനോട് ഇത് ദീനാണ് നിങ്ങൾ ഏത് അടിസ്ഥാനത്തിലായി പറയുന്നത്?